ഒട്ടും ഇഷ്ടമില്ലാത്ത ആര്യനെയാണ്. അതിനൊക്കെ എടുത്ത് പുറത്ത് കളയണ്ടേ. അനീഷ് ഷാനവാസ്. കരച്ചിലൂടെ ആൾക്കാരെ കൈവശത്താക്കാൻ അവരുടെയൊക്കെ വിചാരം. ഇവിടെ ആദിലെ നൂറയൊക്കെ ഭയങ്കര ബോറിംഗ്. അനു വെറുപ്പിക്കുന്നുണ്ട്. നമ്മളെ പൊതുവെ ഇഷ്ടമല്ല ഉള്ളതൊന്നും ഇഷ്ടമല്ല. അവിടെ വർത്താനൊന്നും നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ അവരവരുടെ അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിപ്പം എല്ലാവർക്കും ഇപ്പം അവരെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ലക്ഷ്മിയുടെ താല്പര്യം അനീഷിനെയാണ് ഇഷ്ടം. പിന്നെ ഇഷ്ടം ഷാനവാസൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എന്റെ പൊന്നെ ബിഗ് ബോസിൽ എനിക്ക് ആരെ ഇഷ്ടമില്ല. ഭയങ്കര കുറയാണ്. അത്ര തന്നെ ഭയങ്കര മോശമാ. നമുക്ക് കാണാൻ കൊള്ളുകയല്ലേ ഇപ്രാവശ്യത്തേത്. അതെ വൾഗർ ആയിട്ടുള്ള കൂടുതൽ പോയി. ആര്യന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ വെരി നമുക്ക് താല്പര്യമില്ല കാണാൻ. അതെ 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 ചുമ്മാ ഷോയ ഇല്ല. കരച്ചില് തന്നെ. കരച്ചിലൂടെ ആൾക്കാരെ കൈവശത്താക്കാന്ന് അവരുടെയൊക്കെ വിചാരം. പക്ഷെ അതൊന്നും വെറുതെ ഒരു രസമില്ല. ഒന്നും ഒരു രസമില്ല. ഇപ്രാവശ്യം അതാണ് ഞാൻ കണ്ടത്. ഈ സീസൺ ഞാൻ 2-3 എപ്പിസോഡ് കണ്ടേ ഉള്ളൂ. അല്ല ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് കുടുംബമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അത് ആദില കുഴപ്പമില്ല. അതെ 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 താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ സീസൺ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അനീഷ് കുഴപ്പമില്ല. ഒരു കൂളായിട്ടൊക്കെ അതെ എന്നൊക്കെ വേണേ പറയാം. അനീഷ് നല്ലതാ. അനീഷിന്റെ ഇതൊക്കെ നല്ല രസമാണ് ചെയ്യുന്നത്. കറിക്കുന്ന ലക്ഷ്മി ഇഷ്ടമില്ല. അവിടെ വർത്താനൊന്നും നമുക്ക് ഇഷ്ടമില്ല. അതൊന്നും കുഴപ്പമില്ല. അനുവും കുഴപ്പമില്ല. അനുവുള്ള കാര്യം തുറന്നങ്ങ് പറയും. അനീഷിനെ കൂടുതൽ ഇഷ്ടം. അക്ബർ അവരൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി. നല്ല കളിയായിട്ട്. ആരെ ഇഷ്ടമല്ലാത്ത അനുമോള് കാരണം ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. കരച്ചിൽ കൂടുതലാണ്. കരച്ചില് കൂടുതലാ. ഒരു കുലസ്ത്രീ ആയിട്ട് തോന്നി. എനിക്ക് അനീഷ് ഷാനവാസ് ആ കോംബോ ഇഷ്ടമാണ്. ആ കോംബോ ഇഷ്ടം. അവരുടെ ഗെയിം പ്ലാനും മൈൻഡ് ഗെയിമും ഒക്കെ ഇഷ്ടം. അതിലെന്ന് കുഴപ്പമില്ല. ലക്ഷ്മിയും പവറാണ്. ഇപ്പൊ കേറി വരുന്നുണ്ടല്ലോ. കേറി വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഹോട്ടൽ ടാസ്കില് സാബുമാനും ലക്ഷ്മിയും കയറി വരുന്നുണ്ട്. അടിപൊളിയായി. എനിക്ക് പാവമായിട്ട് തോന്നിയത്. ആളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കയറി വരുന്നുണ്ട്. ഭയങ്കര വിഷമം തോന്നി. പക്ഷെ കയറി വരുന്നുണ്ട്. കയറി വരുന്നുണ്ട്. എല്ലാരും ഇഷ്ടം. അക്ബറിനെയൊക്കെ ഇഷ്ടാ. പിന്നെ അനുമോള ചെറിയ വെറുപ്പിക്കലായിട്ട് തോന്നാറുണ്ട്. നെവിൻ കുഴപ്പമില്ല. ഇച്ചിരി ഓവറാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ഷാനവാസ്കാരുടെ കൂടെയാണ്. ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. ഓക്കെ. സീസൺ 7 ഒരു 7ന്റെ പണിയായിട്ട് തോന്നി. ലക്ഷ്മിയെ ഇഷ്ടം. ലക്ഷ്മി കുറച്ച് ബോൾഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരവരുടെ അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിപ്പം എല്ലാവർക്കും ഇപ്പം അവരെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല. അവളവിടെ സ്റ്റാൻഡ് പറഞ്ഞു. അത് ഓക്കെ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവളെ ഇഷ്ടം. അതെ അതെ. എന്തോ ജിസേലിനെ അനീഷിനെ ഇഷ്ടമാ. പിന്നെ ഷാനവാസിനെ ഇഷ്ടമാണ്. അനുമോള് എപ്പോഴും കരച്ചിലായതുകൊണ്ട് അതിനെ വലിയ താല്പര്യം. ഫുൾ ടൈം കരച്ചില. അതിൽ തന്നെ ന്യൂറേനെ ഇഷ്ടം. അനീഷ് അത് ജെന്യൂനാന്ന് തോന്നുന്നുണ്ട്. അതെ. ആദ്യമൊക്കെ വെറുപ്പിക്കല്ലേ? അതൊരു സ്ട്രാറ്റജി ആയിരിക്കും. ആര്യൻ ചൈൽഡിഷ് ബിഹേവിയർ പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആളിപ്പോ നല്ല പവറായിട്ട് വരുന്നുണ്ട്. അതെ അതെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. നൂറേനെ ഇഷ്ടമാണ്. ആദിലേനെ ഇഷ്ടമാണ്. ഗിസൈലിനെ ഇഷ്ടം. പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല. കുഴപ്പമില്ല. അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കാണാറില്ല. കാണുമ്പോൾ വെറുപ്പിക്കുന്ന ഇപ്പൊ എനിക്ക് അങ്ങനെ ആരുമായിട്ട് തോന്നാറ്.
അനു കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാത്തത്. ലക്ഷ്മിയുടെ game ലക്ഷ്മിനെ താല്പര്യം താല്പര്യം ഇല്ലില്ല. അന്നത്തെ ആ കേസിന് ശേഷം അതിന് ശേഷം താല്പര്യമില്ല. ആദ്യം എന്ന് പറഞ്ഞ കേസ് അത് വീട്ടിൽ കേട്ടത് അതെ, അതിലെ നോറേനെ ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാണ്. വെറുപ്പിക്കുന്നതായിട്ട് തോന്നിയ ലക്ഷ്മിയാണ് നോറേനെയാണ് അതിലെ ഇഷ്ടമല്ല. കാരണം ഇഷ്ടമല്ല. വെറുപ്പിക്കുന്ന ആര്? അനുമോള് അനുമോള് വെറുപ്പിക്കുക. അനുമോൾ എപ്പോഴും കഴച്ചിലാണ്. കരഞ്ഞോണ്ടിരിക്കും. ആ ഒരു റീസൺ ഇല്ലാതെ വെറുതെ ഓരോ തൊട്ടേനും പിടിച്ചേനും കരഞ്ഞോണ്ടിരിക്കും. അനുമോളുടെ പ്ലാച്ചിയൊക്കെ ഇഷ്ടമാണ്. അനുമോള് പൊതുവെ ഇഷ്ടമല്ലാത്തോണ്ട് അവളൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല, കാണുന്ന ഇഷ്ടം. കഴിഞ്ഞ സീസണേക്കാൾ ഇച്ചിരി കുറവാ. അത്ര ഇഷ്ടപ്പെട്ടില്ല ഇല്ല. കഴിഞ്ഞ സീസണിന്റെ മൊത്തം പ്രശ്നമാണ്. ആൾക്കാരും പിന്നെ സ്വഭാവം ഒന്നും അത്ര കൊള്ളത്തില്ല. എല്ലാരും തെറിവിളി ചെയ്തതാണ്. ഷാനവാസിനാണ് മാസാണ്. ഷാനവാസിനാണ് ഇഷ്ടം. എന്താ കാരണം? അതൊരു പാവാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഭയങ്കര പാവാണ്. ഭയങ്കര പാവന്നല്ല, അതിന്റെ സംസാരമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം പോലെ തോന്നുന്നു. നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഇഷ്ടമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്ടം തോന്നുന്നില്ല. അനീഷ് ഷാനവാസ് കോമ്പോ നല്ല. അവളോട് ചോദിക്കാം ആരായിരിക്കും വെറുപ്പിക്കുന്നത് അവിടെ ഏറ്റവും? അവിടെ ആദിലെ നൂറയൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. ഭയങ്കര വെറുപ്പിയതാ. അവരൊന്നും ഇഷ്ടമല്ല. ലക്ഷ്മിയാ? ലക്ഷ്മി പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഇതായിട്ട് തോന്നുന്നത്. ആദ്യമൊക്കെ ലക്ഷ്മി ഒരു ഇതായിരുന്നു, ഇപ്പൊ ഒരു മര്യാദയായെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ലിസേന്റെ ആ കൊച്ചിന്റെ ആളാ. മോക്കാരാ ഇഷ്ടം? ജിസൈൽ. പിന്നെ ആരാ ഇഷ്ടം? ലക്ഷ്മി. ലക്ഷ്മി എല്ലാരും ഇഷ്ടമാണ്. വേറെ ആരാ വെറുപ്പിക്കുന്ന ഇഷ്ടമല്ലാത്ത? ഇഷ്ടമല്ലാത്ത ആരാ? കുറ്റപ്പോഴും പറയല ആരും ഇഷ്ടമല്ലാത്ത. അനിമോളോ? അനുമോളെ ഇഷ്ടമല്ലേ? അതെന്താ കാരണം? എന്ത് കരച്ചിലായതുകൊണ്ടാണ്? എപ്പോഴും കരച്ചിലാ. അനിമൊക്കെ എപ്പോഴും കരച്ചിലല്ലേ, അതുകൊണ്ട് അവള് പറയുന്നത് അനിമോളെ കരച്ചിലും എന്നെ പറഞ്ഞാലും കരച്ചിലല്ലേ അനിമോക്ക്, അതുകൊണ്ട് അവള് പറഞ്ഞു എനിക്ക് വെറുപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് പ്ലാച്ചിനെയൊക്കെ എടുത്ത് കളഞ്ഞത്. എനിക്ക് അനുമോളെ ഇഷ്ടമായിരുന്നു, പക്ഷെ എന്നെ പറഞ്ഞാലും കരച്ചില്, അതുകൊണ്ടേ ഉള്ളല്ലോ, കുഴപ്പമില്ല. ഷാനവാസിനെ പ്രതികരിക്കുന്നുണ്ട് എല്ലാത്തിനും. അനിമോള് അത് എനിക്കിഷ്ടം. അനിമോളെ ഇഷ്ടം. എന്ത് കാരണം? അതിന്റെ ആ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ശാന്തത. ആരായിരിക്കും വെറുപ്പിക്കുന്നവിടെ? അതെനിക്കറിയത്തില്ല, കുറച്ച് പേരുണ്ട്. എന്തോ അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. ചില പിള്ളേർക്കുണ്ടല്ലോ ഒരു മുൻകോപത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ്. അതെ, അവൻ കോമഡിയാണ്, കുഴപ്പമില്ല. വെറുപ്പിക്കുന്നത് അനു വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ ആര്യം കുഴപ്പമില്ല. ജിസയിലും ആര്യനും കുറച്ച് പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. അതിൽ തന്നെ പറയാൻ കുഴപ്പം. അതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല, കാരണം അത് അവരുടെ ഇഷ്ടം. ലക്ഷ്മിയാണ് പറഞ്ഞത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല എന്നുള്ളത്. അത് അവരുടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ, അത് അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഉണ്ടായിരുന്നു. അത് ജെന്യുവൻ ആയിട്ട് തോന്നുന്നില്ല, ഫേക്ക് ആയിട്ട് തന്നെയാണ്. അതെ അതെ. പ്രത്യേകിച്ച് ആരോടും അങ്ങനെ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. ആരും റിയൽ ആയിട്ടല്ല നിക്കുന്നത്. അതെ. അതിനകത്ത് ഏറ്റവും ഇഷ്ടം അനീഷിനെയാണ് ഇഷ്ടം, പിന്നെ ഇഷ്ടം ഷാനവാസൊക്കെ. അവര് രണ്ടുപേരുമാണ് ജെന്യുവനായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. അവര് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആര്യനെയാണ്. അതിനൊക്കെ എടുത്ത് പുറത്ത് കളയണ്ടേ? എല്ലാത്തിനും കൊള്ളാം. കുട്ടികളി തന്നെയാണ്. അവൻ അല്ലേലും ഒരു ഇച്ചിരി നമുക്ക് കാണാൻ പറ്റിയ സാധനമൊന്നുമല്ല. അവന് പറഞ്ഞു പറഞ്ഞു. ഈ പ്രാവശ്യത്തെ സീസൺ കഴിഞ്ഞൊക്കെ പ്രാവശ്യത്തെയൊക്കെ കണ്ടത് വെച്ച് നോക്കാം, ഈ പ്രാവശ്യം വളരെ മോശം. നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ ഒട്ടും ഇഷ്ടമില്ല. അതൊരിച്ചിരി
അവരുടെ സംസാരവും രീതിയൊക്കെ ഭയങ്കര മോശം. ലക്ഷ്മിയൊക്കെ ലക്ഷ്മിനെ ആദ്യം ഒരു ഇഷ്ടക്കുറവായിരുന്നു. ഇപ്പം ലക്ഷ്മി ഏകദേശം ആയി വരുന്നുണ്ട്. ആദിലാനൂറയുടെ വിഷയത്തില് അത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഓരോരുത്തരുടെയും പേഴ്സണൽ അല്ലേ. ലക്ഷ്മിനെ അത്ര വലിയ ആദ്യമൊന്നും ഇഷ്ടമില്ല, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഏകദേശം ഗെയിം മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തില് ഷാനവാസിന്റെ ഗെയിം ഇഷ്ടമാണ്. ഷാനവാസിക്ക് ഭയങ്കര മാസല്ലേ ഈ ഷാനവാസ് നവീനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നവീനുമായിട്ടുള്ള. അത് ജെന്യുവനായിട്ട് തോന്നി. അതെനിക്ക് നമ്മൾ അത് കണ്ടിട്ടില്ലല്ലോ, പുറമെ നമ്മൾ കണ്ടിട്ടില്ല, എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ഗെയിമിനെക്കാളും കൂടുതൽ വ്യത്യസ്തമായിട്ട് അത് തോന്നിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി മോശം. ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു. അനുമോളുടെ ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടമാണ്. ആര്യൻ കുട്ടികളെല്ലാം ചില നേരത്തെ സംസാരം ഇഷ്ടമല്ല. അത് എനിക്കിഷ്ടമല്ല, പേഴ്സണലി എനിക്കിഷ്ടമല്ല. ലക്ഷ്മി എനിക്ക് പറഞ്ഞാൽ ആദ്യം ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ചെറുതായിട്ട് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്. ഷാനവാസിന് ഇഷ്ടമാണ്. എന്ത് നല്ലൊരു കളിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആരെ വെറുപ്പിക്കുന്ന ലക്ഷ്മി കൊള്ളത്തില്ല, കുറച്ച് ഓവറാണ്. ഓറ വേറെ ഒന്നും കൊള്ളാത്ത ഉണ്ടായിരുന്ന പോയി. പിന്നെ എന്തോ മസ്താന. ലക്ഷ്മിയുടെ നല്ല ഇതൊക്കെയാണ്, അത്യാവശ്യം പിന്നെ കുഴപ്പമില്ല, നല്ല ആക്ടർ. ലക്ഷ്മിയല്ല മറ്റേ അവരെ വീട്ടിൽ. പിന്നെ അനുവിനെ ഇഷ്ടമാണ്. അനുവിനെ നല്ല ഇഷ്ടമാണ്. ആരിഷ്ടം? അനീഷ്. അനീഷ്. അനീഷും പിന്നെ ആരെ ഇഷ്ടം? ഷാനവാസ്. അക്ബറൊക്കെ അനുമോള് അനുമോള് വെറുപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ത് കരച്ചില്? അനീഷിനെ ഇഷ്ടം. ഷാനവാസിനെ ഇഷ്ടം. ആര്യൻ ജിസൈൻ അവരെ ഇഷ്ടമല്ല. അവരാണ് ഏറ്റവും വെറുപ്പിക്കുന്നതായിട്ട് തോന്നിയത്. എനിക്ക് അവരെ ഇഷ്ടമല്ല. ലക്ഷ്മി ലക്ഷ്മി സൂപ്പർ. ഇപ്പൊ കുഴപ്പമില്ല. ആര്യൻ ആര്യനോട് എനിക്ക് അനീഷിനെ ഇഷ്ടം, അനുവിനെ ഇഷ്ടം. അനുമോളുടെ ഗെയിം ഒക്കെ ഉള്ള കപ്പാര അടിക്കുന്നു. അനീഷ്. അനീഷ് തന്നെയാണ്. അനു അനുവിനെ ഇഷ്ടമാണ്. എന്താ കാരണം? അല്ല പറയണ പറയല്ലേ. അനു മറ്റേ ഇതിലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട്. ലക്ഷ്മി എന്ന് പറയുന്നതിന് എതിരെക്കുന്നുണ്ടോ? ഇടയ്ക്കും ഇടയ്ക്കൊക്കെ കുറച്ച് റീലൊക്കെ നമ്മൾ അത്യാവശ്യം എന്താ പറയുന്നത് കൂടുതലായിട്ട് കാണാറുണ്ട്. അതെ അതെ.